ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് കറക്റ്റ് 4 മിനിറ്റ് വീഡിയോ ആണ്. ഈ 4 മിനിറ്റ് കൊണ്ട് ഞാൻ ഒരു അടിപൊളി ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാൻ പോവാണ്. ഇനിയും ഇതറിയാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. 4 മിനിറ്റ് നിങ്ങൾക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതിനാദ്യമായിട്ട് ആവശ്യമുള്ള സാധനം ഇൻവിസിബിളായിട്ടുള്ള വയറാണ്. ഇത് ഗിയർ വയർ എന്ന് പറയും. പക്ഷേ പലർക്കും ഇപ്പം കിട്ടുന്ന വയറെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന വയറാണ്. നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഫ്ലെക്സിബിളായിട്ടൊരു വയറാണ് ആവശ്യമുള്ളത്, ഒടിഞ്ഞു പോകുന്ന വയറൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഫ്ലെക്സിബിളായി നിൽക്കുന്ന, ഒടിച്ചാലും തിരിച്ചാലൊന്നും ഒന്നിങ്ങനെ പൊട്ടിപ്പോവാത്തൊരു വയറാണ് വേണ്ടത്. അതിന് ഫസ്റ്റായിട്ട് മാൻഡേറ്ററി ആയിട്ട് വേണ്ട സാധനമാണ്. പിന്നീട് നമുക്ക് മറ്റെന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ഒരു റെഡ് കളറ് സ്റ്റോൺ സെൻറ്ററിൽ വരുന്നൊരു പെൻഡൻ്റ് എടുത്തിട്ടുണ്ട്. ഒരു ട്രഡീഷണൽ ടച്ച് വരുന്നൊരു പെൻഡൻ്റാണ്. അതിന് ഭംഗി കൂട്ടാൻ വേണ്ടി ഞാനിവിടെ ഗോൾഡൻ ബീഡ്സ്, വെറും 2 ബീഡ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് മതിയാവും നമ്മുടെ ഈ ഒരു മാലയ്ക്ക്. സിമ്പിൾ മാലയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നമ്മൾക്ക് വേണ്ടത് കൊളുത്ത്, പിന്നെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട 2 കാര്യങ്ങളാണ് ഗിയർ ലോക്കും അതുപോലെ സൈഡ് റിങ്ങും. അത് രണ്ടുമാണ് അവിടെ കവറിലായിട്ട് അവിടെ ഇരിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ഒരു കൊളുത്തും അതുപോലെ ഒരു സൈഡ് റിങ്ങും ഞാനവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ശരിക്കും സിമ്പിളായിട്ടുള്ള ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നൊരു സാധനമാണ് ഇൻവിസിബിൾ ചെയിൻ. അതിന് കുറച്ച് ക്ഷമയും സമയവും ഇഷ്ടമുണ്ടായാൽ മാത്രം മതി. ഗിയർ വയർ പോലെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു സാധനം കൂടി ഉണ്ട്, ഗിയർ ലോക്ക്. ഇതില്ലേ നമ്മുടെ പണി ശരിക്കും നടക്കില്ല. അപ്പോൾ ഈ ഒരു ഗിയർ വയറിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗിയർ ലോക്ക് ചെറിയൊരു പാത്രത്തിലാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് അവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത് നോക്കാം. ഇനി നോക്കിക്കോളൂ. ഇനി 2 മിനിറ്റോട് നമുക്ക് ഈ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് നമ്മൾ ഗിയർ വയർ എടുത്തിട്ട് ഏകദേശം മെഷർമെൻ്റ് ഒക്കെ നോക്കിയിട്ട് മുറിച്ചെടുത്തതാണ് ഈ ഒരു ഗിയർ വയർ. ഇനി പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാം. ഞാൻ എൻ്റെ പെൻഡൻറ്റ് ഫസ്റ്റ് കോർക്കുകയാണ്. എന്ത് പെൻഡൻറ്റ് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്, നിങ്ങളുടെ കയ്യിലുള്ളത്. ഇനിയിപ്പോൾ പെൻഡൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല സ്റ്റോണോ എന്ത് കാര്യം വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്, അല്ല കോർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം സെൻറ്ററിൽ ആ ഒരു പെൻഡൻറ്റും 2 സൈഡിലും ഓരോരു ഗോൾഡൻ ബോൾസും കോർത്തിട്ടുണ്ട്. ഇനി ഇതവിടെ ഒന്ന് ഒരു പൊസിഷനിൽ കറക്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലേക്കും ഓരോരോ ഗിയർ ലോക്കാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഗിയർ വയറിൻ്റെ ഉള്ളിലേക്കൂടെ 2 ഗിയർ ലോക്കും ചേർക്കുകയാണ്. നമ്മൾക്ക് ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നത്. 1-2 പ്രാവശ്യങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ്സ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻവിസിബിൾ ചെയിൻ ചെയ്യുമ്പം നമ്മൾക്കിത് ആർക്ക് കൊടുക്കണം, ഇനി അതുപോലെ എങ്ങനെ ഉണ്ടാവണം, ഇതൊക്കെ ഒരു ഏകദേശം ഐഡിയ നമുക്ക് ഉണ്ടാവണം. അങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും കൂടിയും ഇത് ഉണ്ടാക്കി എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് കിട്ടും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ആർക്കും ഇത് അറിയില്ല എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കൊന്നും വേണ്ട. ഇതൊരു രസമാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല ഭംഗിയുള്ള കുറേ മാലകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത്ര പോലെ സമയം കൂടി നമ്മുടെ ഒരു മെയിൻ പരിപാടിയുടെ കഴിഞ്ഞു. സെൻറ്ററിൽ നമ്മുടെ ഭംഗിയുള്ള പെൻഡൻ്റ് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ ഈ കൊളുത്തും സൈഡ് റിങ്ങും രണ്ടും ഒന്ന് അവിടെ ഫിക്സ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ നേരത്തെ 2 ഗിയർ ലോക്ക് കോർത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഒന്ന് അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തു. രണ്ടാമത്തെ നേരെ മുകളിലേക്ക് എടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ സൈഡ് റിങ്ങും കൊളുത്തും ഒക്കെ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രസ്സർ. ഇത് നമ്മൾക്ക് ആവശ്യമാണ് ഈ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടി കണ്ടോളൂ. ആദ്യം ഗിയർ വയറിലേക്ക് ഗിയർ ലോക്ക് ഇട്ട്, പിന്നീട് കൊളുത്തിട്ട്, പിന്നെ ആ കൊളുത്തിനെ ചുറ്റി ആ ഗിയർ ലോക്കിനുള്ളിലേക്ക് തന്നെ ആ ഗിയർ വയർ ഇടുമ്പോൾ ഒരു ലൂപ്പ് ഫോം ചെയ്യും അവിടെ. അപ്പോൾ ആ ഗിയർ ലോക്കിനുള്ളിൽ 2 പ്രാവശ്യം ഗിയർ വയർ കടന്നു പോയിട്ടുണ്ട്. അവിടെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ റെഡിയായി. ഞാൻ പറഞ്ഞില്ല വളരെ സിമ്പിളാണെന്ന്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജ്വല്ലറിയാണ് ഇൻവിസിബിൾ ചെയിൻ. കുട്ടികൾക്കടക്കം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. വലിയ അപകടം പിടിച്ച ടൂൾസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മാല ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ.